എടേ എൻ്റെ മകന് സങ്കടം അവൻ്റെ അച്ഛൻ മരിച്ചതാണ്, എനിക്ക് സങ്കടം എൻ്റെ അച്ഛൻ മരിച്ചതല്ല, എൻ്റെ കെട്ടിയോൻ മരിച്ചതാണ്. രണ്ടും രണ്ട് സങ്കടമാണ് ഇല്ലേ? രണ്ടും രണ്ട് രീതിയിലുള്ള സങ്കടമാണ്. കിച്ചുവിനോ ഋതപ്പനോ നഷ്ടപ്പെട്ടത് അവൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കെട്ടിയോനാണ്. രണ്ടും രണ്ട് സങ്കടങ്ങളാണ് അതിനകത്ത്. എനിക്കിപ്പം വരുന്ന വീഡിയോസിന് ബ്ലിസറിനിട്ട് കരഞ്ഞൊന്നും കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ആരാണോ എന്താണോ അവിടെയാണ് ഞാൻ അത് കാണിച്ചത്. രാവിലെ ചടങ്ങുണ്ടായിരുന്നു, എനിക്ക് കരയാനും പറ്റത്തില്ല. കരഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലിസറിനിട്ടാന്ന് പറയും. ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പം എൻ്റെ ലൈഫ്. അപ്പൊ രേണുവിന് ഇപ്പൊ സ്വന്തമായിട്ട് ഒന്ന് ദേഷ്യപ്പെടണം തോന്നിയാലോ, ഒന്ന് സന്തോഷിക്കണം തോന്നിയാലോ, ഒന്ന് കരയണമെന്ന് തോന്നിയാലോ, എല്ലാത്തിലും രേണു പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുകയാണോ? ഇപ്പൊ തന്നെ രേണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. രേണു കണ്ണ് നിറഞ്ഞ് രേണു കരയാൻ പോകുമ്പോ തന്നെ രേണു പെട്ടെന്ന് കരഞ്ഞാൽ ഉള്ളിലോട്ട് പെട്ടെന്ന് ഞാൻ കരഞ്ഞാൽ ഇനി അതിനെ മറ്റു രീതിയിൽ അർത്ഥപ്പെടും, അങ്ങനെ വരുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് രേണുവിന്റെ ഉള്ളിൽ തന്നെ ഒരാൾ രേണുവിനെ ബ്ലോക്ക് ചെയ്യാണ്, ആ ഇമോഷൻ പുറത്തേക്ക് വരുത്താതിരിക്കാനായിട്ട്. ചിരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനും അടുത്ത വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ രേണു തന്നെ ഉള്ളിൽ നിന്ന് വേറൊരു രേണു വന്നു രേണുവിന്റെ എല്ലാ ഇമോഷനെയും കൺട്രോൾ ചെയ്യിക്കുക, ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. ഇത് രേണുവിന് തന്നെ വളരെ മോശമല്ലേ? നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കരഞ്ഞു തന്നെ തീർക്കണം.